ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ഇപ്പൊ അറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിലാണ്. സമൂഹത്തിന് ഇവരെ കൊണ്ട് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫേക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ എയറിൽ നിൽക്കുന്ന മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന യൂട്യൂബർ അവരെ വിമർശിച്ചതിന്റെ പേരിൽ ഒരു കുട്ടിയുടെ യൂട്യൂബ് ചാനലിന് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് മൈ വേ ബൈ കല്യാണി ചെയ്ത ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ആ കുട്ടിക്ക് തോന്നിയ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആ കുട്ടിയുടെ ചാനലിൽ പറഞ്ഞതിന് ഇവർ പോയിട്ട് ആ ചാനലിന് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. പണ്ട് ഇവരൊക്കെ കൂടി പൈസ വാങ്ങി പല ഉഡായിപ്പ് ആപ്പുകളും പ്രൊമോട്ട് ചെയ്തിരുന്നു. ഉഡായിപ്പാണെന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടും തനി മലയാളിയിലെ ഐശ്വര്യ ഒഴികെ ഒരു വമ്പത്തികളും തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്ത തെറ്റ് ഒന്ന് ഏറ്റു പറയാൻ പോലും മെനക്കെട്ടിട്ടില്ല. ജീവിക്കാൻ ഒരു ഗതിയില്ലെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ പല യൂട്യൂബേഴ്സും ഇന്ന് ലക്ഷങ്ങളുടെ കാറും കോടികളുടെ വീടും ഒക്കെ വെച്ച് ആർഭാട ജീവിതം നയിക്കുന്നത് നേരായ വഴിയിൽ വീഡിയോ ചെയ്തിട്ടൊന്നുമല്ല. തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു പറ്റിച്ചിട്ട് തന്നെയാണ്. ഈ മൈ വേ ബൈ കല്യാണി മാത്രമല്ല, പ്രൊഡക്റ്റ് കമ്പനിക്കാരുടെ പൈസയും വാങ്ങി അതൊന്ന് ഉപയോഗിച്ച് നോക്കുക പോലും ചെയ്യാതെ വാവ് ഇത് തേച്ചിട്ടാണ് ഞാൻ ഇത്രയും വെളുത്തത്, എന്റെ സ്കിൻ നോക്കൂ പളപളാ തിളങ്ങുന്നത് കണ്ടോ, നിങ്ങളും ഇത് വാങ്ങി തേക്കൂ എന്നൊക്കെ പറഞ്ഞ് യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഇവർ പ്രൊമോട്ട് ചെയ്യും. 5 മിനിറ്റത്തെ ഒരു വീഡിയോക്ക് ലക്ഷങ്ങളാണ് ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ കമ്പനിക്കാര് ഇവർക്കൊക്കെ നൽകുന്നത്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയാൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് മുകളിലുള്ള ചാനലുകളെ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ കമ്പനിക്കാര് കോൺടാക്ട് ചെയ്യും. 5 ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റിനെ പറ്റി നല്ലത് പറഞ്ഞ് വീഡിയോ ചെയ്താല് ലക്ഷങ്ങൾ ഓഫറും ചെയ്യും. ഇത്രയും നാൾ ഇവരുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത വ്യൂവേഴ്സിനെ ആ കാശും വാങ്ങി നല്ല വൃത്തിയായിട്ട് ഇവർ പറഞ്ഞു പറ്റിക്കുകയും ചെയ്യും. ബബിത ബബി എന്ന് പറഞ്ഞൊരു ചാനലും പിന്നെ നീതു ക്രിയേഷൻസ് എന്ന് പറഞ്ഞൊരു ചാനലും ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അവരുടെ വീഡിയോസ്. കോമഡി ഒക്കെ ചെയ്തിട്ട് നീതു ക്രിയേഷൻസിലെ നീതു ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കോമഡി ഒക്കെ ചെയ്തിരുന്ന ഒരു ചാനലാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇവരുടെ ചാനലിൽ പല ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെയും ഫേക്ക് പ്രൊമോഷൻസ് തുടങ്ങിയതോടെ ഞാൻ അത് കാണുന്നത് നിർത്തി. അതായത് ഇവരുടെ ചാനലില് കണ്ടന്റിന്റെ ക്വാളിറ്റിനെക്കാട്ടും അധികമായിട്ട് ഇവരിങ്ങനെ കാശ് വാങ്ങിയിട്ട് ബ്യൂട്ടി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ ഈ 2 ചാനൽ കാണുന്നതും ഞാൻ നിർത്തി. ഇതൊക്കെ വാരി തേച്ചിട്ട് ഇവരുടെ മുഖത്ത് ഫിൽറ്ററിന്റെയും മേക്കപ്പിന്റെയും സഹായം ഇല്ലാതെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നീള ലൈഫ് സ്റ്റൈൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ട്. അമ്പോ വെളുപ്പിക്കാൻ മാത്രം പ്രയോറിറ്റി നൽകുന്ന ഒരു ചാനല്. ഒരു കാക്കത്തൊള്ളായിരം സാധനങ്ങളൊന്നുമല്ല, ഇത് തേച്ചിട്ടാണ് അവർ വെളുത്തതെന്നും പറഞ്ഞ് അവരുടെ ചാനലിലൂടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഫെയർ സ്കിൻ ആണ് അവർക്ക്. പിന്നെ എന്തോ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് സ്കിൻ ഡാർക്ക് കോംപ്ലക്ഷനിലേക്ക് മാറിപ്പോയി. ആ ഹെൽത്ത് ഇഷ്യൂ കുറഞ്ഞതോടെ യഥാർത്ഥ കളറും തിരികെ കിട്ടി. പക്ഷെ പഴയ ഫോട്ടോയും, അതായത് ആ അസുഖം വന്നിരുന്ന സമയത്തുള്ള ഫോട്ടോയും അസുഖം മാറിയപ്പോ പഴയ കളർ തിരിച്ചു കിട്ടിയ സമയത്തുള്ള ഫോട്ടോയും വെച്ചിട്ട് ഇത് തേച്ചിട്ടാണ് ഞാൻ വെളുത്തത്, ഇത് തേച്ചിട്ടാണ് ഞാൻ വെളുത്തത് എന്നും പറഞ്ഞുകൊണ്ട് എത്ര വീഡിയോസ് ആണ് അവർ ഇടുന്നത്. ഒരിക്കൽ ഞാൻ അതിന് കമന്റിലൂടെ ചോദിച്ചപ്പോ അവരുടെ അന്തം ഫാൻസ് എന്നെ പൂര ചീത്തുവിളിയായിരുന്നു. അത് പോരായിട്ട് അവരെന്റെ കമന്റും ഡിലീറ്റ് ആക്കി. അതുപോലെ തന്നെയാണ് അഹാനയുടെ സിസ്റ്റർ ഇഷാനി. അവർ ഒരു ബ്യൂട്ടീഷ്യനും ചെയ്യുന്നില്ലെന്നും ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാറില്ല എന്നും പറഞ്ഞത്. പക്ഷെ അഹാന ഒസീവ ഗ്ലൂട്ടാതയോണിന്റെ നല്ലൊരു പ്രൊമോഷൻ വീഡിയോ ആയി വരികയും ചെയ്തു. നമ്മളിൽ ഇതിൽ ആര് പറയുന്നതാ നമ്മൾ കേൾക്കേണ്ടത്? ബ്യൂട്ടി വ്ളോഗേഴ്സ് എല്ലാവരും ഉടായിപ്പാണെന്നല്ല പറയുന്നത്, പക്ഷെ യാതൊരു മനസാക്ഷി കുത്തും ഇല്ലാതെ തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പച്ചയ്ക്ക് പറഞ്ഞു പറ്റിക്കുന്നവരും ഉണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ ഇവരുടെ ചാനലിലൂടെയൊക്കെ എത്ര പ്രൊഡക്റ്റുകൾ, അതായത് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ പ്രൊമോഷൻ ചെയ്യുന്നു എന്ന് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. പറയാതെ വയ്യട്ടോ, ഈ കണ്ട സാധനങ്ങളൊക്കെ വാരി തേച്ചിട്ട് പലരുടെയും സ്കിന്ന് മുമ്പത്തേക്കാൾ ഡാമേജ് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മേക്കപ്പും ഫിൽറ്ററും ഒന്നും ഇല്ലാതെ ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. മുൻപൊക്കെ ഒരുപാട് മുടിയുള്ള ചില യൂട്യൂബേഴ്സ് അവരുടെ മുടി ഇത് തേച്ചിട്ടാണ് വളർന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിരുന്നു. അത് കണ്ടിട്ടാണ് ഞാനും ആ ചാനൽ കണ്ടിരുന്നത്. പക്ഷെ പോകെ പോകെ ഇവർ പല പ്രൊഡക്റ്റും തേച്ച് ഇത് തേച്ചിട്ടാണ് എന്റെ മുടി വളരുന്നതെന്ന് പറഞ്ഞ് പ്രൊമോഷൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ ഇള്ള മുടി കൊഴിഞ്ഞു കോഴിത്തൂവല് പോലെ ആവുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുടിയുടെ ലെങ്ത് കുറച്ച് അത് പുതിയ സ്റ്റൈലുകളിൽ വെട്ടിയിടുന്നുണ്ട്. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടായിരുന്ന മുടി ഇങ്ങനെ പല സാധനങ്ങൾ തേച്ചിട്ട് കൊഴിഞ്ഞു പോയതാണ് സത്യത്തില്. ചിലരൊക്കെ ചെറുപ്പത്തിലെ ഫെയർ സ്കിൻ ഉള്ളവരായിരിക്കും. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും സ്കിൻ കെയർ ഒന്നും ആരും ചെയ്യില്ല. അന്ന് കളിയിലൊക്കെ ആയിരിക്കും ശ്രദ്ധയുണ്ടാവുക. അപ്പൊ സൺടാൻ ഒക്കെ അടിച്ചിട്ട് നമ്മുടെ സ്കിന്ന് എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്യും. പിന്നെ കോളേജിലൊക്കെ എത്തുമ്പോഴത്തേനും അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും പലരും സ്കിൻ കെയർ ചെയ്തിട്ട് ഉള്ള നിറം, അതായത് ജന്മന അവർക്ക് കിട്ടിയ നിറം വീണ്ടെടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇവരെന്താ പറയാന്നറിയോ? ഞാൻ ഇതൊക്കെ തേച്ചിട്ടാണ് മക്കളെ വെളുത്തിട്ട് പാറുന്നതെന്ന്. എന്തായാലും മൈ വേ ബൈ കല്യാണി മാത്രല്ല, ഫേക്ക്
പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തിട്ട്, അതായത് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ പറ്റിക്കുന്ന വേറെയും കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരെയും കൂടി കണ്ടെത്തി സോഷ്യൽ മീഡിയ ഒന്ന് തൊലി പൊളിച്ചെടുക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ ആഗ്രഹം. ശരിക്കും ചിലര് പറയും എനിക്ക് അസൂയ കൊണ്ടിട്ടാണ് നിങ്ങളീ പറയുന്നതെന്നുള്ളത്. സത്യമായിട്ടും അസൂയൊന്നും അല്ല മക്കളെ. എന്താ ഇതിനെ പറയുക? അതായത് ഒരു ചാനൽ തുറന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വെളുപ്പിക്കാനുള്ള പ്രൊഡക്റ്റ് മാത്രം കണ്ട് കണ്ട് മടുത്തതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഫേക്ക് യൂട്യൂബേഴ്സ് ആരാണെന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടവരെയും പറയാം.